2023 പുരസ്കാരമാണ് മലയാളത്തിന്റെ മഹാനടന് ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കും. രാജ്യത്തെ മോനത ചലച്ചിത്ര ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അതും മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയൊരു അഭിമാന നേട്ടമാണ് മോഹൻലാലിന് ലഭിച്ച ഈ ഒരു പുരസ്കാരം. തലമുറകളെ സിബി മലയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയെ പോലെ തന്നെ മലയാള സിനിമയ്ക്കും തന്നെ ഒരു വലിയൊരു നേട്ടമാണിത്. ഈ ഒരു നേട്ടത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? വലിയ സന്തോഷമുണ്ട്, വലിയ അഭിമാനമുണ്ട്. നമ്മൾ എല്ലാ മലയാളികളെ പോലെ ഞാനും ഈ ഒരു പുരസ്കാരം ലഭിച്ചതിൽ, മോഹൻലാലിന് ലഭിച്ച ഈ പുരസ്കാരം ലഭിച്ചതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. സർ, ഇത്രയും നാളും കൂടെ വർക്ക് ചെയ്തു അല്ലെങ്കിൽ അഭിനയിച്ച ഒരു അഭിനേതാവ് എന്ന നിലയിലും ഒരു സംവിധായകൻ എന്ന നിലയിലും മോഹൻലാലുമായിട്ടുള്ള ആ ഒരു വർക്ക് ചെയ്ത, അതായത് ജോലി ചെയ്ത സമയത്തെ ആ ഒരു ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാമോ? അല്ല, ഇത് പുരസ്കാരം ലഭിച്ചതിൽ നമ്മളിപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഈ നിമിഷത്തെ നമ്മൾ ആഘോഷിക്കുക, അതിൽ അഭിമാനം കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റ് വിശേഷങ്ങളൊക്കെ പങ്കുകൾ നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് വ്യക്തിപരമായ അദ്ദേഹത്തോടു കൂടി കുറെ നല്ല സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു. മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ കുറെ സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു. ഇതൊക്കെ വലിയ അഭിമാനവും സന്തോഷവും തന്നെയാണ്. സംവിധായകൻ സിബി മലയിലായിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. മോഹൻലാലിന്റെ പുരസ്കാരത്തിൽ വലിയ അഭിമാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ പരമോന്നത ബഹുമതി നേടിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ പുരസ്കാരത്തിൽ മലയാള സിനിമാ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും ഒന്നാകെ വലിയൊരു അഭിമാന നേട്ടത്തിൽ തന്നെയാണ്. മലയാള സിനിമയുടെ വലിയൊരു കലാകാരൻ തന്നെയാണ് നടൻ മോഹൻലാൽ. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു അവാർഡ്, ഒരു പുരസ്കാരം മലയാള സിനിമയ്ക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയൊരു രീതിയിലുള്ള നേട്ടമാണ് നേടിക്കൊടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിലായിരിക്കും മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കുക. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2023 പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ യാത്രകളെന്ന് പുരസ്കാര വാർത്ത പുറത്തുവിട്ടുകൊണ്ടുള്ള കുറിപ്പിൽ പറയുന്നുണ്ട്. നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭാ വൈദഗ്ധ്യം, കഠിനാധ്വാനം തുടങ്ങിയ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണ സ്ഥാനം നേടിയെന്നുമൊക്കെ കുറിപ്പിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു ലഭിച്ചിരുന്നത്. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുൻപ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി. 2004 അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ